റഷ്യ ഉക്രൈൻ യുദ്ധഭൂമിയിൽ നിന്ന് വീണ്ടും ഭീതിജനകമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമാക്രമണങ്ങൾ അതിന്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഉക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെയും പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ റഷ്യ വൻതോതിലുള്ള മിസൈൽ ബോംബാക്രമണ പരമ്പരയാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. രാജ്യം ഒന്നടങ്കം വിറകൊള്ളുന്ന രീതിയിലുള്ള ഈ ആക്രമണം ഉക്രൈനിലെ പ്രധാന നഗരങ്ങളെയും സൈനിക ആസ്ഥാനങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. റഷ്യൻ യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിനാശകരമായ ഗൈഡഡ് ബോംബുകളും അത്യാധുനിക മിസൈലുകളുമാണ് ഉക്രൈൻ മണ്ണിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യയുടെ ഏറ്റവും പുതിയ സൈനിക തന്ത്രങ്ങളുടെ ഭാഗമായി ഉക്രൈന്റെ വ്യോമയാന കേന്ദ്രങ്ങൾ, ഡ്രോൺ കമാൻഡ് സെന്ററുകൾ, രാജ്യത്തെ പ്രധാന ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറുകൾ എന്നിവയെല്ലാം ഈ ആക്രമണ തരംഗത്തിൽ ലക്ഷ്യമിടപ്പെട്ടു. ഉക്രൈന്റെ തിരിച്ചടിക്കാനുള്ള ശേഷിയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ തക്കവണ്ണമുള്ള കനത്ത നാശനഷ്ടങ്ങളാണ് ഈ വ്യോമാക്രമണം വഴി ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഖാർക്കീവ് മേഖലയിലാണ് റഷ്യ ഈ തവണ ഏറ്റവും വലിയ നാശം വിതച്ചത്. ഉക്രൈന്റെ അതിപ്രധാനമായ സൈനിക കമാൻഡ് പോസ്റ്റുകൾ റഷ്യൻ സേന വിജയകരമായി തകർത്തതായി മോസ്കോ അവകാശപ്പെടുന്നുണ്ട്. റഷ്യൻ വ്യോമസേനയുടെ പക്കലുള്ള അതിമാരകമായ ഫാബ് 500 ഗൈഡഡ് ബോംബുകളും KH-39 LMUR മിസൈലുകളുമാണ് ഈ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾ തകർക്കാൻ ഉപയോഗിച്ചത്. അതീവ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിക്കാൻ ശേഷിയുള്ള ഈ ആയുധങ്ങൾ ഉക്രൈൻ സൈന്യത്തിന് വൻ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. റഷ്യയുടെ ഈ അപ്രതീക്ഷിതവും ആസൂത്രിതവുമായ ആക്രമണ പരമ്പരയെക്കുറിച്ച് ഉക്രൈൻ സൈനിക വൃത്തങ്ങളും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത്. വെറും 24 മണിക്കൂറിനുള്ളിൽ റഷ്യ 56 വൻ വ്യോമാക്രമണങ്ങളാണ് രാജ്യത്തുടനീളം നടത്തിയത്. ഇതിനു പുറമെ ഉക്രൈന്റെ പ്രതിരോധ നിരകളെ തകർക്കാൻ വേണ്ടി മാത്രം 163 ഗൈഡഡ് ബോംബുകൾ റഷ്യൻ വിമാനങ്ങൾ വർഷിച്ചതായും ഉക്രൈൻ ഔദ്യോഗികമായി സമ്മതിക്കുന്നുണ്ട്. ഒരു ദിവസം കൊണ്ട് ഇത്രയധികം ബോംബുകൾ പതിച്ചത് ജനവാസ മേഖലകളിലും വലിയ പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിലൊക്കെ ഉപരിയായി കായിക സൈനിക നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നത് റഷ്യ ഒരൊറ്റ ദിവസം കൊണ്ട് തൊടുത്തുവിട്ട ഡ്രോണുകളുടെ എണ്ണമാണ്. 6300-ലധികം അത്യാധുനിക കാമികാസെ ഡ്രോണുകളാണ് ഉക്രൈൻ ആകാശത്തേക്ക് റഷ്യ ഒരേ സമയം അയച്ചത്. സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള ആധുനിക യുദ്ധമുറിയിൽ ഇത്രയും വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണം ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ്. ഉക്രൈന്റെ വ്യോമ പ്രതിരോധ റഡാറുകളെ പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലാക്കാൻ ഈ കൂട്ട ഡ്രോൺ ആക്രമണത്തിന് സാധിച്ചു. ഉക്രൈന്റെ പക്കലുള്ള വ്യോമ പ്രതിരോധ മിസൈലുകൾ തീർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന തന്ത്രമാണ് റഷ്യ ഇവിടെ പ്രയോഗിക്കുന്നത്. 10,000-കണക്കിന് ഡ്രോണുകളെയും മിസൈലുകളെയും ഒരേ സമയം പ്രതിരോധിക്കാൻ അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും നൽകിയ പാട്രിയറ്റ് പോലുള്ള സംവിധാനങ്ങൾക്ക് പോലും പരിമിതികളുണ്ട്. റഷ്യൻ ഡ്രോണുകൾ ഉക്രൈന്റെ ഊർജ്ജ നിലയങ്ങളെ ലക്ഷ്യമിട്ട് പതിച്ചതോടെ രാജ്യത്തെ പല പ്രമുഖ നഗരങ്ങളും വീണ്ടും ഇരുട്ടിലായിരിക്കുകയാണ്. ഇത് വരും ദിവസങ്ങളിൽ ഉക്രൈനിലെ സാധാരണ ജനജീവിതത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കും. റഷ്യ തകർത്തതായി അവകാശപ്പെടുന്ന ഡ്രോൺ കമാൻഡ് സെന്ററുകൾ ഉക്രൈൻ സൈന്യത്തിന്റെ കണ്ണ് എന്ന് വിശേഷിപ്പിക്കാവുന്നവയായിരുന്നു. റഷ്യൻ അതിർത്തിക്കുള്ളിലേക്ക് നിരന്തരമായി ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ ഉക്രൈനെ സഹായിച്ചിരുന്നത് ഈ കേന്ദ്രമായിരുന്നു. ഇവ പൂർണ്ണമായും വെണ്ണീറാക്കപ്പെട്ടതോടെ ഉക്രൈന്റെ പ്രത്യാക്രമണ പദ്ധതികൾക്ക് കനത്ത മങ്ങലേറ്റു. റഷ്യൻ സൈന്യത്തിന്റെ മുന്നേറ്റത്തെ ചെറുക്കാൻ ഉക്രൈൻ സൈനികർ ഇപ്പോൾ കടുത്ത ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ഖാർക്കീവിന് പുറമെ യുദ്ധത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായ ഡോൺബാസ്, സപ്പോറിഷ്യ തുടങ്ങിയ മേഖലകളിലും റഷ്യൻ പീരങ്കികളും മിസൈലുകളും കനത്ത നാശം വിതയ്ക്കുന്നുണ്ട്. ഉക്രൈന്റെ മുൻനിര സൈനികർക്ക് ആവശ്യമായ ആയുധങ്ങളും ഇന്ധനവും എത്തിക്കുന്ന വിതരണ ശൃംഖലകളെല്ലാം റഷ്യൻ ബോംബാക്രമണത്തിൽ തകർക്കപ്പെട്ടു. റഷ്യൻ ആക്രമണത്തിന്റെ തീവ്രത ഇത്രയധികം വർദ്ധിച്ചത് വരാനിരിക്കുന്ന വലിയൊരു കരയുദ്ധത്തിന്റെ മുന്നോടിയായാണെന്നാണ് പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾ നൽകുന്ന മുന്നറിയിപ്പ്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പാശ്ചാത്യ സഖ്യകക്ഷികളോട് അടിയന്തരമായി കൂടുതൽ ആയുധ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. റഷ്യയുടെ ഈ ഭീകരമായ വ്യോമാക്രമണത്തെ ചെറുക്കാൻ കൂടുതൽ അത്യാധുനിക യുദ്ധവിമാനങ്ങളും ദീർഘദൂര മിസൈലുകളും വേണമെന്നാണ് ഉക്രൈന്റെ ആവശ്യം. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ എത്തിച്ചേരാൻ വൈകുന്ന ഓരോ നിമിഷവും ഉക്രൈന്റെ കൂടുതൽ പ്രദേശങ്ങൾ റഷ്യൻ നിയന്ത്രണത്തിലാവുകയാണ്. മോസ്കോയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ അതിശക്തമായ നീക്കം നാറ്റോ രാജ്യങ്ങൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പായി കൂടിയാണ് വിലയിരുത്തപ്പെടുന്നത്. ഉക്രൈൻ എത്രയൊക്കെ അത്യാധുനിക ആയുധങ്ങൾ നൽകിയാലും തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന കൃത്യമായ സന്ദേശമാണ് പുടിൻ ഭരണകൂടം നൽകുന്നത്.
ഖാർക്കീവ് മേഖലയിൽ റഷ്യ കൈവരിച്ച ഈ വിജയം യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചേക്കാം. യുദ്ധഭൂമിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യൻ മിസൈലുകൾ പതിച്ച വ്യോമയാന കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരുന്ന ഉക്രൈന്റെ പ്രധാന യുദ്ധവിമാനങ്ങൾക്കും ഡ്രോണുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തങ്ങളുടെ വ്യോമസേനയെ പൂർണ്ണമായി സജ്ജമാക്കാൻ ഉക്രൈൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു വൻ തിരിച്ചടി നേരിടേണ്ടി വന്നത്. ഇത് ഉക്രൈൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തെ ഗണ്യമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് നിരീക്ഷകർ പറയുന്നത്. അതിരൂക്ഷമായ ഈ യുദ്ധ സാഹചര്യം ആഗോള രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. യുദ്ധം കൂടുതൽ വഷളാക്കുന്നത് തടയാൻ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇരുഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് പ്രതിസന്ധി നീട്ടുകയാണ്. റഷ്യ തങ്ങളുടെ ആക്രമണത്തിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിപ്പിക്കാനാണ് സാധ്യതയെന്ന് ക്രെംലിൻ വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ വ്യക്തമാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഉക്രൈൻ ഇതിന് എങ്ങനെ പ്രത്യാക്രമണം നടത്തുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. കനത്ത നാശനഷ്ടങ്ങൾക്കിടയിലും റഷ്യൻ അതിർത്തിക്കുള്ളിലെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ചെറിയ തോതിലെങ്കിലും ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ ഉക്രൈൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ റഷ്യയുടെ ഭീമമായ സൈനിക ശേഷിക്ക് മുൻപിൽ ഉക്രൈന്റെ പ്രതിരോധം എത്രനാൾ പിടിച്ചു നിൽക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഈ യുദ്ധം ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും ആക്രമണങ്ങളുടെ തീവ്രതയൊട്ടും കുറയുന്നില്ലെന്ന് മാത്രമല്ല, ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ മാരകമായ ആയുധങ്ങളാണ് ഇരുപക്ഷവും ഉപയോഗിക്കുന്നത്. ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഒരേ സമയം റഷ്യ നടത്തുന്ന ഈ കടന്നാക്രമണം ഉക്രൈനെ പൂർണ്ണമായും തളർത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. പുകപടലങ്ങൾ നിറഞ്ഞ ഉക്രൈൻ ആകാശം വരാനിരിക്കുന്ന കടുത്ത യുദ്ധദിനങ്ങളുടെ ഭീതിതമായ ചിത്രമാണ് ലോകത്തിന് മുന്നിൽ കാണിക്കുന്നത്.